നിന്നിലേക്ക് ഭാഗം 80. താഴേക്ക് ഇറങ്ങി വരുന്ന ഐശുവിനെ കണ്ട് മിത്ര അവളെ പുഞ്ചിരിയോടെ നോക്കി. ഒരു വൈറ്റ് കളർ ചുരിദാറാണ് അവളുടെ വേഷം. ശിവയും അവളെ കണ്ട് പുഞ്ചിരിച്ചു. അല്ല, നിങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങിയതാണോ? എല്ലാവരുടെയും വേഷം കണ്ട് ഐശു ചോദിച്ചു. അതെ, ഞങ്ങൾ മിഥുനേട്ടനെ കാണാൻ പോവാ ഐശു, മിത്ര ആവേശത്തോടെ പറഞ്ഞു. ഐശുവിൻ്റെ മുഖം പെട്ടെന്ന് മാറി. അത് മിത്രയും ഭദ്രയും ശ്രദ്ധിക്കുകയും ചെയ്തു. ആണോ? എന്നാ പോയിട്ട് വാ. ഏട്ടന് പോണുണ്ടോ? അവൾ ശിവയോടും ചോദിച്ചു. ഐശു, ശ്രീ പറഞ്ഞു എന്നോടും കൂട്ടുവരാൻ, നീയും വാ, അവൻ പറഞ്ഞു. ഏയ്, ഞാനില്ലേട്ടാ, നിങ്ങൾ പോയാൽ മതി. അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് കിച്ചണിലേക്ക് നടക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് മിത്ര അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഐശു അവളെ എന്താ എന്ന പോലെ നോക്കി. നീയും വാ, നിനക്ക് മിഥുനേട്ടനെ കാണണ്ടേ? മിത്ര അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനില്ല മിത്രേ, നിങ്ങൾ പോയിട്ട് വാ, ഇടറുന്ന സ്വരത്തോടെ അവൾ പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, നീയും കൂടി ഞങ്ങൾക്കൊപ്പം വന്നേ പറ്റൂ. ഭദ്രയും വാശി കാണിച്ചു. ഞാനില്ല, എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ശ്രീ, ഭദ്രെ, വന്നേ രണ്ടും. എന്തിനാ ഐശുവിനെ നിർബന്ധിക്കുന്നേ? അവളില്ലെങ്കിൽ വേണ്ട. ഐശുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അസ്വസ്ഥതയോടെ ശിവ പറഞ്ഞു. ഐശു തല താഴ്ത്തി നിന്നതേയുള്ളൂ. പാർവതി ഐശുവിനെ ചേർത്തു പിടിച്ചു. അതേ മക്കളെ, നിങ്ങൾ ചെല്ല്. അന്നത്തെ സംഭവത്തിന് ശേഷം ഓഫീസിലേക്കല്ലാതെ ഐശു എങ്ങോട്ടും പോവാറില്ല, പാർവതിയും പറഞ്ഞു. ഇത് വേറെ എങ്ങോട്ടല്ലല്ലോ, മിഥുനേട്ടൻ്റെ വീട്ടിലേക്കല്ലേ? നിങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരല്ലേ? ഭദ്രയും ചോദിച്ചു. ഭദ്രേ, ഐശുവിന് വരാൻ ഇഷ്ടമില്ലെങ്കിൽ വരണ്ട, നിങ്ങൾ വാ, നമുക്ക് പോവാം. വെറുതെ എന്തിനാ മോളെ വിഷമിപ്പിക്കുന്നേ? വിച്ചു ഭദ്രയോട് കടുപ്പിച്ച് ചോദിച്ചു. ഭദ്ര മൗനം പാലിച്ചു. അതെന്താ വിഷ്ണുട്ട് അങ്ങനെ? ഐശുവിന് അങ്ങോട്ട് വരാതിരിക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? വരാൻ മടിച്ചു നിന്ന ദത്തേട്ടൻ പോലും വരുന്നുണ്ടല്ലോ, പിന്നെന്താ ഇവൾക്ക്? അതോ നമ്മളോടൊന്നും പറയാത്ത വല്ല കാരണമുണ്ടോ ഇവൾ അങ്ങോട്ട് വരാത്തതിന് പിന്നിൽ? മിത്ര ഗൗരവത്തോടെ ചോദിച്ചു. ഐശു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഐശുവിൻ്റെ മുഖഭാവം കണ്ട് ശിവയുടെ മുഖവും ചുളിഞ്ഞു. ഐശു കണ്ണു നിറച്ച് മിത്രയെ നോക്കി. മിത്ര അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ കൂടെ വാ ഐശു, ഈ ഒളിച്ചുകളി എത്ര കാലം ഇനിയും? മിത്ര ചോദിച്ചു. ഐശു പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. മിത്ര എന്തോ അർത്ഥം വെച്ച് പറയുന്നത് പോലെ തോന്നി ഐശുവിന്. പക്ഷേ ചോദിക്കാനുള്ള ധൈര്യമില്ല. ശ്രീ, മോളെ വിഷമിപ്പിക്കല്ലേ, അവൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ. ശിവ പറഞ്ഞു വന്നത് നിർത്തി. ഐശു വരും ദത്തേട്ടാ, എനിക്കറിയാം. അതും പറഞ്ഞ് മിത്ര ഐശുവിൻ്റെ കയ്യിൽ പിടിച്ചു. വല്ലായ്മയോടെ അവളുടെ മുഖത്തേക്ക് കണ്ണ് നിറച്ച് നോക്കി ഐശു. ഞാൻ വരണോ മിത്രേ? ഇടറുന്ന ഐശുവിൻ്റെ സ്വരം. വേണം, വാ. അതും പറഞ്ഞ് മിത്ര ഐശുവിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഐശു തല താഴ്ത്തി അനുസരണയോടെ അവൾക്കൊപ്പവും. ഭദ്ര പാറുവിനെ നോക്കി. പാറു ഐശു പോകുന്നതും നോക്കി വിഷമിക്കുകയാണ്. അമ്മ വിഷമിക്കണ്ട, അവളിങ്ങനെ എങ്ങോട്ടും പോവാതിരുന്ന എങ്ങനാ? എല്ലാം ശരിയാവും. അവരുടെ കയ്യിൽ പിടിച്ച് പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് വിച്ചുവിനെയും ശിവയെയും നോക്കി ഭദ്ര മിത്രയുടെ അടുത്തേക്ക് നടന്നു. ശിവയും വിച്ചുവും പാറുവിനോട് തലയാട്ടി അവർക്കൊപ്പവും. മിഥുൻ ബെഡിലിരുന്ന് ഹെഡ് ബോർഡിലേക്ക് തല ചാരി വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ശിവയെയും മിത്രയെയും ഐശുവിനെയും ഭദ്രയെയും വിച്ചുവിനെയും കൂട്ടി ദേവയാനി അങ്ങോട്ട് വന്നത്. ശിവ മാത്രമേ റൂമിനകത്തേക്ക് കയറിയുള്ളൂ. മറ്റുള്ളവർ റൂമിന് പുറത്തായിട്ട് നിന്നു. മിഥു, ശിവ വിളിച്ചു. മിഥു കണ്ണ് തുറന്ന് മുന്നോട്ട് നോക്കി. മുന്നിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ശിവയെ കണ്ട് മിഥുവും നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പോഴാണോ എന്നെ കാണാൻ വരാൻ തോന്നിയത്? മിഥു ചോദിച്ചു. ശിവ ഒന്നും പറയാതെ അവൻ്റെ അടുത്തായി വന്നിരുന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. മിഥു അവനെ പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. മിഥുവിൻ്റെ ഒരു കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, മറു കൈയിൽ ബാൻഡേജും ചുറ്റിയിട്ടുണ്ട്. ഒരു ടീഷർട്ടും ബോക്സറുമാണ് അവൻ്റെ വേഷം. അതുകൊണ്ട് തന്നെ വലത് കാലിൽ പ്ലാസ്റ്റർ ഇട്ടതും വ്യക്തമായി കാണാം. നെറ്റിയിൽ ഒരു കെട്ടുമുണ്ട്. ശിവ അവൻ്റെ കയ്യിൽ തലോടിയിരുന്നതേയുള്ളൂ. ഞാൻ ഓക്കെ ആണടാ, നീ വന്നത് അറിഞ്ഞിരുന്നു. എന്നെ കാണാൻ വരുന്നു കരുതി. ഹോസ്പിറ്റലിൽ വന്നായിരുന്നല്ലോ നീ. പക്ഷേ ഇവിടെ വരാൻ നിനക്കിപ്പോഴാ സമയം കിട്ടിയതെന്ന് മാത്രം. മിഥുവിൻ്റെ വാക്കുകളിൽ പരിഭവം. ശിവ മറുപടി പറഞ്ഞില്ല. മിഥു ഒന്ന് നിശ്വസിച്ചു. അല്ല, നീ മാത്രമേ വന്നിട്ടുള്ളോ? നിന്റെ ശ്രീയെ കൊണ്ടുവന്നില്ലേ?
ശിവയുടെ അവസ്ഥ മനസ്സിലാക്കി മിഥു ചോദിച്ചു. ഉണ്ട്, വന്നിട്ടുണ്ട്. ശ്രീ. ശിവ ഡോറിൻ്റെ പുറത്തേക്ക് നോക്കി വിളിച്ചു. മിഥുവിൻ്റെ നോട്ടം അങ്ങോട്ട് പോയി. മിത്രയും വിച്ചുവും ഭദ്രയും ചിരിയോടെ അകത്തേക്ക് കയറി വന്നു. ശിവ മിത്രയെ അടുത്തേക്ക് കൈ കാട്ടി വിളിച്ചു. മിത്ര ശിവയുടെ അടുത്തേക്ക് വന്നു നിന്നതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ഇതാണ് എൻ്റെ ശ്രീമിത്ര. അവൻ മിഥുവിന് പരിചയപ്പെടുത്തി കൊടുത്തു. മിഥു അവളെ നോക്കി പുഞ്ചിരിച്ചു. ശിവ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു കൂടിക്കാഴ്ച ആദ്യമായിട്ടാവും അല്ലേ? അതും എൻ്റെ ഈ ഒരു അവസ്ഥയിൽ. അവൻ ചിരിയോടെയാണ് ചോദിച്ചത്. എല്ലാം പെട്ടെന്ന് മാറിക്കോളും മിഥുനേട്ടാ, മിത്ര സ്നേഹത്തോടെ പറഞ്ഞു. മിഥു അവളെ അത്ഭുതത്തോടെ നോക്കി. തന്നെ ആദ്യമായി കാണുന്ന പെൺകുട്ടി. ഒരപരിചിതത്വവും ഇല്ലാതെ അവൾ തന്നോട് സംസാരിക്കുന്നത് കണ്ട് അവനും സന്തോഷം തോന്നി. മാറും, താനിരിക്കടോ. അല്ല, ഇതൊക്കെ ആരാ? മിഥു വിച്ചുവിനെയും ഭദ്രയെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് വിഷ്ണു. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വിച്ചു. ഇതവൻ്റെ ഭാര്യ ശ്രീഭദ്ര. ശിവ തന്നെ അവരെയും മിഥുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. മിഥു ഇരുവരെയും നോക്കി ചിരിച്ചു. അപ്പോഴേക്കും ദേവയാനി അകത്തേക്ക് കയറി. അമ്മ ഇവർക്ക് ഇരിക്കാൻ ചെയറിട്ട് കൊടുത്തേ, മിഥു അവരോട് പറഞ്ഞു. അവർ ചെയറെടുത്തു കൊടുത്തതും വിച്ചുവും ഭദ്രയും അതിലേക്കിരുന്നു. വിഷ്ണുവിനെ അറിയാട്ടോ എനിക്ക്, ശിവ പറഞ്ഞിട്ടുണ്ട്, മിഥു പറഞ്ഞു. എനിക്കും അറിയാം, കഥകളെല്ലാം ശിവ പറഞ്ഞിരുന്നു. ഇരുവരും സംസാരത്തിന് തുടക്കം കുറിച്ചു. പക്ഷേ മിത്രയുടെയും ഭദ്രയുടെയും നോട്ടം ഈ സമയമെല്ലാം വാതിലിന് പുറത്തായി മറഞ്ഞു നിൽക്കുന്ന പെണ്ണിലായിരുന്നു. മിത്ര ഭദ്രയെ ഒന്ന് നോക്കി. ഭദ്ര എന്ത് ചെയ്യുമെന്ന പോലെ മിത്രയെയും നോക്കി. അല്ല ദത്തേട്ടാ, നമ്മുടെ കൂടെ ഒരാളും കൂടി വന്നിരുന്നല്ലോ, അവളെവിടെ? മിത്ര ശിവയോട് തന്നെ ചോദിച്ചു. ശിവയും അപ്പോഴാണ് ഐഷു റൂമിലില്ല എന്ന് ശ്രദ്ധിക്കുന്നത്. ആ ശരിയാണല്ലോ, അവളെവിടെ? അവൻ അമ്പരന്നു. ആരാ ശിവ? വേറെ ആരാ കൂടെ? മിഥുവിൻ്റെ കണ്ണുകൾ സംശയത്തോടെ വാതിലിനടുത്തേക്ക് നീണ്ടു. അതേസമയം തന്നെ ചുമരിൽ ചാരി മറഞ്ഞു നിൽക്കുകയായിരുന്ന ഐഷു ഡോറിന് മുന്നിലേക്ക് വന്നു നിന്നു. മിഥു അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവളുടെ നോട്ടവും അവനിൽ തന്നെ ആയിരുന്നെങ്കിലും ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഐഷു എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് വാ മോളെ. ദേവയാനി സ്നേഹത്തോടെ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ഐഷു മുഖം താഴ്ത്തി കണ്ണുകൾ തുടച്ച് അവരെ തലയുയർത്തി നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവൾ മിഥുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൻ്റെ കോലം കണ്ട് അവളുടെ നെഞ്ചു വിങ്ങി. സുഖാണ് ഐഷു? മിഥു സ്വതവേയുള്ള പുഞ്ചിരിയോടെ ചോദിച്ചു. അവൾ മൂളി. കണ്ണുകൾ അവന് മുന്നിൽ നിന്നും നിറയാതിരിക്കാൻ അവൾക്ക് വല്ലാതെ പണിപ്പെടേണ്ടി വന്നു. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ, ഒന്നും കഴിക്കാറൊന്നുമില്ലേ നീ? ശാസനയോടെ ചോദിച്ചു അവൻ. ഉണ്ട് മിഥുവേട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? വാക്കുകൾ കൂട്ടിപ്പെറുക്കി അവൾ ചോദിച്ചു. ഇങ്ങനെയൊക്കെ തന്നെ, ഒക്കെ ശരിയാവും. ഇത് ചെറിയൊരു റെസ്റ്റ് അല്ലേ? അവൻ ചിരിച്ചു. ഐഷു തലയാട്ടിക്കൊണ്ട് ചുമരിലേക്ക് ചാരി നിന്നു. ശിവ ഐഷുവിൻ്റെ കലങ്ങിച്ചുവന്ന കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ശിവ, വേറെന്തൊക്കെ? മിഥു ചോദിച്ചു. ശിവയുടെ നോട്ടം വീണ്ടും മിഥുവിലേക്ക് പോയി. ദേവയാനി അപ്പോഴേക്കും എല്ലാവർക്കും ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. ഐഷു ഒഴികെ ബാക്കി എല്ലാവരും മിഥുവിനോട് സംസാരിച്ചു. കൂട്ടത്തിൽ പെടാതെ തന്നെ വെറുതെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ മിഥു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവളോടൊന്നും ചോദിക്കാൻ മുതിർന്നില്ല അവൻ. പക്ഷേ ഈ നേരം കൊണ്ട് ഐഷുവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയ സന്തോഷത്തിലായിരുന്നു മിത്രയും ഭദ്രയും. ഐഷുവിൻ്റെ കണ്ണുകളിലെ വേദനയും മിഥുവിനോടുള്ള പ്രണയവും അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഐഷുവായിട്ട് മിഥുവിനോട് മനസ്സ് തുറക്കില്ല എന്ന കാര്യത്തിൽ മിത്രയ്ക്കും ഭദ്രയ്ക്കും സംശയമൊന്നുമില്ലായിരുന്നു. ദേവയാനി ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ടും അല്പനേരം കൂടി അവരുടെ സംസാരം നീണ്ടുപോയി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാടാ, വരാ ഞാൻ, ശിവ പറഞ്ഞു. ശരിയടാ, എല്ലാവരും വരണം. നീ ഇവിടെ നിന്ന് പോയ ശേഷം എല്ലാവരും ആകെ മാറിപ്പോയി ശിവ. അവൻ ഐഷുവിനെ നോക്കിയാണ് അത് പറഞ്ഞത്. ഐഷു മിഥുവിനെ ഒന്ന് നോക്കി. ശിവ അവൻ്റെ തോളിലൊന്ന് കൈയമർത്തി ബെഡിൽ നിന്നും എഴുന്നേറ്റു. ശരി മിഥുൻ, കാണാം. വിച്ചുവും അവനോട് യാത്ര പറഞ്ഞു. മിഥു തലയാട്ടി. ശിവയും ദേവയാനിയും വിച്ചുവും പുറത്തേക്ക് പോയി. ഇപ്പോൾ റൂമിൽ മിത്രയും ഭദ്രയും ഐഷുവും മാത്രമേ ഉള്ളൂ. മിഥുനേട്ടാ, എന്നാൽ ഞങ്ങൾ ഇറങ്ങിയേക്കുക. ഏട്ടൻ്റെ വേഗം മാറും, എന്നിട്ട് അങ്ങോട്ടേക്ക് വാ, മിത്ര പറഞ്ഞു. വരാടോ.
മിതു പുഞ്ചിരിയോടെ സമ്മതം അറിയിച്ചു. അതെ, അമ്മ പറഞ്ഞു ഇപ്പൊ പണ്ടത്തെ പോലെ ആരും വരവും പോക്കൊന്നുമില്ലാന്ന്. എല്ലാം പഴയ പോലെ ആക്കണ്ടേ നമുക്ക്? ഭദ്ര കുറുമ്പോടെ ചോദിച്ചു. മിതു ഒന്ന് ചിരിച്ചതേയുള്ളൂ. അവന്റെ നോട്ടം ഐശുവിലേക്ക് നീണ്ടു. അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ അപ്പോഴും. ആ കണ്ണുകളിൽ നിറഞ്ഞ വേദന മിതു കണ്ടു. മിത്രയും ഭദ്രയും യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. മിതു ഐശുവിനെ നോക്കി. ഞാനും പോവാ. മിതുവേട്ടൻ ശരീരം ശ്രദ്ധിക്കണം, ഐശു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൻ മൂളി. എന്നാ ഞാൻ പൊക്കോട്ടെ? അവൾ ഒരിക്കൽ കൂടി ചോദിച്ചു. ഇനിയും വരുവോ? അങ്ങനെ ഒരു ചോദ്യമാണ് അവനിൽ നിന്നും വന്നത്. ഐശുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അവനെ നോക്കി കണ്ണ് നിറച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. വാതിൽ കടക്കും മുന്നേ അവൾ ഒരിക്കൽ കൂടി അവനെ തിരിഞ്ഞു നോക്കി. അവൻ അവളെ നോക്കിയിരിക്കുകയാണ് അപ്പോഴും. മിതുവേട്ടാ, ഏട്ടന് ഇപ്പോഴും എൻ്റെ ഏഞ്ചലിന് ഇഷ്ടമാണോ? അവൾ ചോദിച്ചു. അവൻ അതെ എന്ന് മൂളി. അവളുടെ ഉള്ളമൊന്ന് പൊള്ളി. അത് മിതുവേട്ടാ, ഏട്ടന് വേണ്ട ഒരു ജീവിതം. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും വേണ്ടേ? ഏഞ്ചൽ അവളില്ലല്ലോ. ഐശുവിൻ്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. മിതു മറുപടി പറയാതെ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി. അത് കണ്ട് അവളുടെ കണ്ണൊന്ന് പിടച്ചു. എന്താ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, അവൻ പുഞ്ചിരിച്ചു. ശരി, ഞാൻ ഇറങ്ങിയേക്കുവാ. അവൻ്റെ നോട്ടം കണ്ട് വെപ്രാളപ്പെട്ട് അവൾ പറഞ്ഞു. അവൻ മൂളി. അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോയി. അത് കണ്ട് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ ഹെഡ് ബോർഡിലേക്ക് തല ചാരി വെച്ച് കണ്ണുകൾ അടച്ചു. കണ്ണുനീർ കവിളിനെ നനച്ചുകൊണ്ട് പുറത്തേക്ക് ഒഴുകി. എന്തേ ഐശു, നിന്റെ മിതുവട്ടം കണ്ടില്ല ഇതുവരെ? നിന്റെ കണ്ണിൽ എന്നോടുള്ള ഈ പ്രണയം എന്തേ ഞാൻ അറിഞ്ഞില്ല നിന്റെ മനസ്സ്? അവൻ്റെ ഹൃദയം വേദനയോടെ ചോദിച്ചു. കണ്ണുകൾ ഒന്നുകൂടി ഇറുക്കി അടച്ചുപോയി മിഥുൻ. തുടരും.